കാവ്യ എന്ത് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എങ്ങനെയാ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടത്? എന്റെ ചേട്ടനെ കുറിച്ച് ഇത്ര മോശമായിട്ടല്ലേ നീ എഴുതിയത്? ഞാൻ എന്താ നിന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? കാവ്യ, എനിക്കറിയില്ല, ഞാൻ ഒരു ജേർണലിസ്റ്റാണ്. എനിക്ക് എൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട്. എനിക്ക് എൻ്റെ പ്രൊഫഷനോട് അത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ട്. എന്റെ പ്രൊഫഷൻ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് എന്റെ ചേട്ടനാ വേണ്ടത്, അല്ലാതെ നീയല്ല. കാവ്യ, ഞാൻ എഴുതി പോയി. കാവ്യ, നിനക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു, നീ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എന്റെ ചേട്ടനെ കുറിച്ചല്ലേ നീ എഴുതിയത്? മാധ്യമപ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ ഗ്ലാമറസ് പ്രൊഫഷനായിട്ടാണ് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ എന്താണ് നടക്കുന്നത്? ഈ ഫീൽഡിൽ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകുക വളരെ ബുദ്ധിമുട്ടാണ്. നോക്കടാ, പണം കണ്ടോ? ദിനേശ് റാവിനെ കുറിച്ച് ഒരേ ഒരു വാക്ക് പോലത്തെ എഴുതിയതിന് കിട്ടിയടാ ഈ പണം. നീ ഇങ്ങനെ എത്തിക്സും പിടിച്ചു നിന്നോ, അതൊരു കാലത്ത് രക്ഷപ്പെടത്തില്ല. ഞാൻ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. എനിക്ക് കുറച്ച് എത്തിക്സ് ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ മനസ്സിലാക്കും. ഞാൻ എന്താണോ നിന്നെ മനസ്സിലാക്കാതെ? മനസ്സിലാക്കിയ അതെ അതെ, നീ ഒന്നും ഒരു കാലത്ത് നന്നാൻ പോകുന്നില്ലടാ. എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനും വെറുമൊരു സാധാ മനുഷ്യനായിരുന്നു. എഡിറ്റർ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആ വർക്കിനെ കുറിച്ച് ഇന്നും ഞാൻ ആലോചിക്കുന്നു. Excuse me, sir. Yes, sir, please. Yes, sir. Thank you. Just a minute. Good. How are things? Good, sir. Everything is good, sir. Okay. Sir, so what's topic for me today? Anwar, you know this Dheeraj Shetty, the business tycoon, the famous business tycoon? Yeah, I know, sir. Good. See, I want you to make cover story on that. Okay, sir. Right? Because that will go in our magazine as a cover story. Okay. So you need to hurry up a little. Sure, sir. Right? I'll So please, you can concentrate on that. yes, sir. Thank you. Okay. Okay, sir. Thank you, sir. ഇതാണ് എന്നെ ധീരജ് ഷെട്ടിയുടെ ഓഫീസിലേക്ക് എത്തിച്ചത്. Excuse me, sir. May I come in? Yes, come in. Take your seat. Sir, Okay. so I came here to take your interview, sir. Yes. So like I would know about your success, achievement, and all, sir. So how you came to a great success? Yeah, my success is very simple. My secret is hard work. In my childhood itself, I had a great plan to become a successful businessman. So I worked hard. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് ഉയർന്നു വന്ന ഒരാളാണ് ധീരജ് ഷെട്ടി. I achieved. മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാൻ എന്തോ അയാൾക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ തോന്നിയില്ല. My role model is my mother, and she taught me a lot of ethics. Excuse me. ഷോപ്പിംഗ് എത്ര വേണം? 1000. സൂക്ഷിച്ച് എല്ലാം കേട്ടോ. ശരി, ബൈ. That is my sister. Carmen. Sir, Malayalam, sir. അതെ, മലയാളിയാണ്. Oh, You know. sorry, sir. ഞാൻ Malayalam, sir. Okay. So എനിക്ക് ഞാൻ വിചാരിച്ചില്ല sir Malayalam. ഞാൻ എൻ്റെ അമ്മ മലയാളിയായിരുന്നു. She died. So yeah, so like in the future developments, sir. My company's future plan is to start business. ഗൗരവമേറിയ ഒരു ഇന്റർവ്യൂവിന് ശേഷം ഞാൻ ധീരജ് ഷെട്ടിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെങ്കിലും എൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു.
കാവ്യ 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 കാവ്യ. എന്താണ് എന്നെ അവളിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാറ്റിൽ പാറുന്ന അവളുടെ മുടിയും ആളും നോട്ടും എന്തോ എനിക്ക് മറക്കാൻ പറ്റുന്നു. ധീരജ് ഷെട്ടിയുടെ ഓഫീസിൽ നിന്നും ഞാൻ പുറത്തേക്ക് വന്നു. ആകസ്മികമായി ഞാൻ അവളെ വീണ്ടും കണ്ടു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഇതെവിടെ? കാറ് പക്ഷേ ഇവിടെ പോയില്ലേ? വെറുതെ ഒരു ലിഫ്റ്റ് കൊടുക്കണമെന്നേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ പ്രതീക്ഷിക്കാതെ അവളുടെ കൂടെ ചെലവഴിക്കാൻ കുറച്ചു സമയം വീണു കിട്ടി. അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവൾ എന്നെ കോഫി ഷോപ്പിലേക്ക് വിളിച്ചു. കോഫി ഷോപ്പിൽ ഞാൻ അവളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങി. ഇതെന്റെ ജീവിതത്തെ എങ്ങനെ ഇഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷനെ സ്നേഹിക്കുന്നു, മറ്റെന്തിനേക്കാളും. But still, I couldn't help it. I couldn't help falling in love. ധീരജ് ഷെട്ടിയെ കുറിച്ച് റിപ്പോർട്ട് പൂർത്തിയാക്കിയ ശേഷം ഞാൻ വീണ്ടും എഡിറ്ററിന്റെ ഓഫീസിലെത്തി. Yes, uncle. Come. Thanks, sir. Sir, have you been to my report, sir? Yes, I checked it, and the story was well done. Very good job. I think you can work more onto that story, because there is something more into that, I feel. I know you are a very ethical person. You have a great value system. Because the story looks as if we have taken some money, and because the story gives a glorified picture. Sir, but I know what for myself. Yeah, I know you are very ethical and you have a great value system. But then, see, it can turn out to be a controversy later. Because overnight, a businessman cannot just become a great person. So it is unbelievable.
I think you can go a little more details. So I have collected some information about it. So I've already done an interview about it, and I'm planning to move. Good. I think 1 or 2 weeks, I suppose you can come up with new follow-up stories. Yes, I'll try my best to do so. Now, work on that. Good. ധീരജ് ഷെട്ടിയെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. ഈ സമയം ഞാൻ കാവ്യയുമായി കൂടുതൽ അടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ അത് ഞങ്ങളുടെ സന്തോഷത്തിന്റെ അവസാന ദിനങ്ങളായിരുന്നു. കാരണം ധീരജ് ഷെട്ടിയെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ അപ്രതീക്ഷിതമായ സത്യങ്ങൾ ഞാൻ അറിഞ്ഞു. I came to know Dheeraj Shetty was involved in a big scam. Like all other big scam, it became a big news. TV channels, magazines and newspapers all covered this news. ಖ್ಯಾತ ಉದ್ಯಮಿ ಧೀರಜ್ ಶೆಟ್ಟಿ ಅವರು 150 ಕೋಟಿ ರೂಪಾಯಿ ಹಗರಣದಲ್ಲಿ ಶಾಮೀಲಾಗಿದ್ದಾರೆ ಹಾಗೂ ಇದು ಅವರು ಸರ್ಕಾರಕ್ಕೆ ಮಾಡಿರುವ ವಂಚನೆ. ಇದನ್ನ ಪತ್ತೆ ಹಚ್ಚಿದ್ದಾರೆ ಖ್ಯಾತ ಪತ್ರಕರ್ತ ಅನ್ವರ್ ಅವರು. ಇದರ ಬಗ್ಗೆ ಹೆಚ್ಚಿನ ಮಾಹಿತಿಯನ್ನು ಕೇಳೋಣ ನಮ್ಮ ವರದಿಗಾರರು. ആ ദിവസം ഞാൻ ഓഫീസിലായിരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടി. കാവ്യയുടെ അവസാനത്തെ മെസ്സേജ്. Don't ever try to call or message me. Everything is over between me and you. Bye. I was shocked. ഞാൻ അവളെ പലതവണ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് സാധിച്ചില്ല. ആ ദിവസം വരെ. കാവ്യ എന്ത് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എങ്ങനെയാ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടത്? എന്റെ ചേട്ടനെ കുറിച്ച് ഇത്ര മോശമായിട്ടല്ലേ നീ എഴുതിയത്? ഞാൻ എന്താ നിന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? കാവ്യ, എനിക്കറിയില്ല, ഞാൻ ഒരു ജേർണലിസ്റ്റാണ്. എനിക്ക് എൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട്. എനിക്ക് എൻ്റെ പ്രൊഫഷനോട് അത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ട്. എന്റെ പ്രൊഫഷൻ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് എന്റെ ചേട്ടനാണ് വേണ്ടത്, അല്ല നീയല്ല. കാവ്യ, ഞാൻ എഴുതി പോയി. കാവ്യ, നിനക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു, നീ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എന്റെ ചേട്ടനെ കുറിച്ചല്ലേ നീ എഴുതിയത്? അവൾ എന്നിൽ നിന്നും അകന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ആ നല്ല ദിവസങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു.
जागे अरमा धीरे धीरे पास आजा मेरे मेरे जागे अरमा धीरे धीरे पास आजा मेरे मेरे do me favor leave me never you are the one I love forever baby chala chala nadiya ke teere baby chala chala nadiya ke teere baby chala chala nadiya ke teere baby chala chala nadiya ke दिल के बतिया कैसे बताए काय करूं मला समझत नाही दिल was beating all the time beg me home for 10 to 9 do me favor leave me never you are the one I love forever baby chala chala nadiya ke teere 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 मरहबा है